ചൊവ്വാഴ്ച രാവിലെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നത് ആശ്വാസ വാർത്തയായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച വെടിനിർത്തൽ ഇറാനും ഇസ്രായേലും അംഗീകരിച്ചു എന്ന റിപ്പോർട്ടാണ് വന്നത്. ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം ഇറാനുമായി ഉഭയകക്ഷി വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. ഇറാനും വെടിനിർത്തൽ അംഗീകരിച്ചതായി റിപ്പോർട്ടുകൾ വന്നു. പിന്നാലെ ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ആരോപിച്ചു. വെടിനിർത്തൽ കരാറിന് ശേഷവും ഇറാൻ മിസൈലുകൾ അയച്ചു തിരിച്ചടിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും പരസ്പരം ഏറ്റുമുട്ടുന്ന ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും നിലപാടിനെ വിമർശിച്ചും തെറി പറഞ്ഞും ട്രംപ് രംഗത്ത് വന്നു. കുറേ തവണയായി ഇറാനും ഇസ്രായേലും ഏറ്റുമുട്ടുന്നു. എന്ത് തെമ്മാടിത്തരമാണ് ഇരുവരും ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. വെടിനിർത്തൽ ഉറപ്പാക്കിയിട്ടും ഇരുവരും ബോംബിട്ടു. എന്ത് പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്? US മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. വെടിനിർത്തലിന് സമ്മതിച്ച ശേഷവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര ബോംബുകൾ വർഷിച്ച ഇസ്രായേലിനോട് അതൃപ്തിയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായെന്ന് ഡൊണാൾഡ് ട്രംപാണ് ആദ്യം പ്രഖ്യാപിച്ചത്. സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തോട് ആദ്യം പ്രതികരിക്കാതിരുന്ന ഇസ്രായേലും ഇറാനും പിന്നാലെ അത് അംഗീകരിക്കുകയായിരുന്നു. പിന്നീട് വെടിനിർത്തൽ ലംഘനം ഉണ്ടായെന്ന് ഇരുപക്ഷവും ആരോപണം ഉന്നയിച്ചു. ഇറാൻ വെടിനിർത്തൽ ലംഘിച്ച് മിസൈൽ അയച്ചെന്ന് ഇസ്രായേൽ ആരോപിച്ചു. ഇതോടെ ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലായി. അതിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വരുന്നു. മുഹമ്മദ് റസാ സിദ്ദിഖി സാബറാണ് കൊല്ലപ്പെട്ടത്. വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിന് തൊട്ടുമുമ്പായി നടന്ന ആക്രമണത്തിലായിരുന്നു മുഹമ്മദ് റസാ സിദ്ദിഖിന് നേരെ ആക്രമണം ഉണ്ടായത്. ആണവ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട പദ്ധതികളിലാണ് സിദ്ദിഖി പ്രവർത്തിച്ചിരുന്നത്. സിദ്ദിഖിയുടെ 17-കാരനായ മകൻ അടുത്തിടെയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തെഹ്റാനിൽ വെച്ചായിരുന്നു ഇയാൾ കൊല്ലപ്പെട്ടത്. വടക്കൻ ഇറാനിലെ അസ്താനയെ അഷ്റഫിയ എന്ന സ്ഥലത്ത് വെച്ചാണ് സിദ്ദിഖി കൊല്ലപ്പെട്ടതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.